സ്വാഗതം ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സൂപ്പർ ലീഗ് കേരള സീസൺ 2 മാച്ച് നമ്പർ 4 തിരുവനന്തപുരം കൊമ്പൻസ് നേരിടുന്നു ഫോർസ കൊച്ചി FC. മാച്ച് നമ്പർ 4 സൂപ്പർ ലീഗ് കേരള സീസൺ 2. ആവേശഭരിതമായ മത്സരത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഫുട്ബോൾ മലയാളത്തിന് സ്വാഗതം ചെയ്യുകയാണ്. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നിന്നും ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് SLK ആവേശം. ആവേശഭരിതമാണ് മത്സരം, ആവേശഭരിതമാണ് അന്തരീക്ഷം. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നിന്നും ഒരിക്കൽ കൂടി ഫുട്ബോൾ മലയാളത്തെ സ്വാഗതം ചെയ്യട്ടെ ഈ മത്സരത്തിലേക്ക്. കൊമ്പന്റെ മുന്നേറ്റം, ഒരു ടാക്കിളാണ്, അവിടെ ഒരു ഫൗൾ സംഭവിക്കുന്നു. കൊമ്പൻസിന് അനുകൂലമായ ഒരു ഫൗൾ കിക്ക് വിധിക്കുന്നു റഫറി അശ്വിൻ. പാട്രിക് മോട്ടയുടെ ഫ്രീ കിക്ക് താണിറങ്ങി വരുന്നു. ഹെഡർ പാസ്, നല്ലൊരു പ്ലാനിംഗ് ആയിരുന്നു. ഓ ബ്രില്യന്റ് ഇന്റർസെപ്ഷൻ ഫ്രം പാട്രിക് മോട്ട, നല്ല ഇന്റർസെപ്ഷൻ. പക്ഷെ അതേപോലെ തന്നെ റാഷിദിന് ആ പന്ത് നഷ്ടപ്പെട്ട റാഷിദിന് അത് റിക്കവർ ചെയ്യാൻ വേണ്ടി പാട്രിക് മോട്ടയെ ഫൗൾ ചെയ്യേണ്ടിയും വരുന്നു. കൊമ്പൻസിന്റെ ഫ്രീ കിക്ക് ഇത് ക്ലിയർ ചെയ്യുകയാണ് ഫോർസ, കോർണർ വഴങ്ങുകയാണ്. ബോക്സിനകത്തേക്ക് നല്ലൊരു ഇത്തവണ ലെഫ്റ്റിലേക്ക് നല്ലൊരു ഗോൾ കീപ്പർ മിസ്. ഓ, 3 പ്ലേയേഴ്സും, ഒരാൾ പുറകില്, 2 പേര് റൈറ്റ് വിങ്ങിലേക്ക് മാറിപ്പോയി. ആ 6 യാർഡ് ബോക്സിന്റെ നടുവിൽ, പെനാൽറ്റി ബോക്സിന്റെ നടുവിൽ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി. വീണ്ടും നല്ലൊരു പന്ത്, നിജോ ഗിൽബർട്ട്. ഇത്തവണ നിജോയുടെ ഷോട്ട് ബ്ലോക്ക് ചെയ്യുകയാണ്. ഈ ഷോട്ട് ഗിഫ്റ്റിയുടെ ഷോട്ട് പക്ഷേ നിരാശപ്പെടുത്തി കളയുന്നു. ജെറിട്ടോ ഫലപ്രദമായി തന്നെ റൊണാൾഡിന് ഒരു സ്പേസ് അനുവദിക്കാതെ ജെറിട്ടോ മാർക്ക് ചെയ്യുന്നത് കാണാം. ജെറിട്ടോയെ മറികടന്ന് പോകുന്ന റൊണാൾഡ്, പക്ഷേ പാട്രിക് മോട്ടയുടെ ഇടതുകാൽ ഫ്രീ കിക്ക് വരികയാണ്. നല്ലൊരു ഗുഡ് ലുക്കിംഗ് ഫ്രീ കിക്ക്. ഓ, നല്ല ഹെഡറിനുള്ള അവസരമാണ്. എനിക്ക് തോന്നുന്നു സലാം രഞ്ജൻ തന്നെയാണ് ഇപ്പോഴും. യെല്ലോ കാർഡ്, ഈ കളിയിൽ ആദ്യ യെല്ലോ കാർഡ് വെളിയിൽ എടുത്തിരിക്കുകയാണ്. അത് ഗോൾ കീപ്പർക്കാണ് ആ യെല്ലോ കാർഡ് കിട്ടുന്നത്. അനാവശ്യമായി ചോദിച്ചു വാങ്ങിയ ഒരു കാർഡ് എന്ന് പറയാം. ബൈ 1 ഗോൾ. അവസാന നിമിഷത്തിൽ ടൈമൊക്കെ കുറച്ച് കളയാൻ വേണ്ടിയിട്ട് ഗോൾ കീപ്പേഴ്സ് ഈ ട്രിക്കൊന്നും ഇനി എടുക്കാൻ സാധിക്കില്ല. വീണ്ടും അനാവശ്യമായ ഒരു ഡേഞ്ചറസ് പ്ലേക്ക് ശ്രമിച്ച തിരുവനന്തപുരത്തിന്റെ ക്യാപ്റ്റൻ പാട്രിക് മോട്ടയും യെല്ലോ കാർഡ് വാങ്ങുന്നു. ക്രോസ് വരുന്നു. ഗോൾ കീപ്പർ ആദ്യ ശ്രമത്തിൽ, കൊമ്പന്റെ ഗോൾ കീപ്പർ ആര്യന്റെ കയ്യിൽ നിന്നും ആ പന്ത് മെല്ലെ ഒന്ന് വഴുതി, മെല്ലെ ഒന്ന്. ഒരു ഫൗളാണ്. യെല്ലോ കാർഡ്, വീണ്ടും 3ാമത്തെ യെല്ലോ കാർഡാണ്. ആദ്യ പകുതിയിൽ റഫറി അശ്വിൻ വെളിയിൽ എടുക്കുന്ന 3ാമത്തെ യെല്ലോ കാർഡ്. ഇത്തവണ കൊമ്പൻസിന്റെ ജേഴ്സി നമ്പർ 23 അണിഞ്ഞു കളിക്കുന്ന ഷാനിദിനാണ്. റാഷിദിന്റെ ഫ്രീ കിക്ക് വരുന്നു. ക്യാപ്റ്റൻ പാട്രിക് മോട്ട അത് ഹെഡറിലൂടെ അപകടം ഒഴിവാക്കുകയാണ്. ആ ക്ലിയറൻസ് കണ്ടുകൊണ്ട് 1ാം പകുതിയുടെ വിസിൽ മുഴങ്ങുന്നു. 1ാം പകുതി അവസാനിച്ചതായി അറിയിപ്പ് വിസിൽ മുഴങ്ങുന്നു. തിരുവനന്തപുരം കൊമ്പൻസ് നിൽ ആൻഡ് ദ ഫോർസ കൊച്ചി FC നിൽ. വേഴാമ്പലുകളെ പോലെ കാണികളും കാത്തിരിക്കുന്നു, കമന്ററി ബോക്സും കാത്തിരിക്കുന്നു. സ്വാഗതം ഒരിക്കൽ കൂടി ഫുട്ബോൾ മലയാളത്തിന്. സ്വാഗതം ചെയ്യട്ടെ കമന്ററി ബോക്സിൽ മലയാളം കളി വിവരണത്തോടെ വേഴാമ്പൽ നമ്പർ 1 ഷൈജു ദാമോദരൻ സ്വാഗതം ചെയ്യുന്നു. വേഴാമ്പൽ നമ്പർ 2 ബിനീഷ് കിരൺ. നാലാമത്തെ യെല്ലോ കാർഡാണ് കേട്ടോ. ആദ്യ പകുതിയിൽ നമ്മൾ 3 എണ്ണം കണ്ടു. 2ാം പകുതി തുടങ്ങുന്നത് തന്നെ യെല്ലോ കാർഡോട് കൂടിയാണ്. തിരുവനന്തപുരത്തിന്റെ ഒരു താരത്തിനെതിരെ ഒരു ഹെവി ചാലഞ്ച് പാട്രിക് മോട്ടയ്ക്കെതിരെ. പാട്രിക് മോട്ട ആദ്യ പകുതിയിൽ യെല്ലോ കാർഡ് കണ്ട താരമാണെന്നുള്ള കഥ വേറെ. ആദ്യമായി ഈ മത്സരത്തിൽ ഒരു പടക്കം പൊട്ടി എന്ന് തോന്നിപ്പിച്ച ഒരു നിമിഷം ഈ ഒരു നിമിഷമാണ്. നല്ലൊരു ക്രോസ്, ഗോൾ കീപ്പറേയും ബീറ്റ് ചെയ്ത ക്രോസ് ആണ്. പക്ഷേ സെക്കൻഡ് പോസ്റ്റിൽ അത് കണക്ട് ചെയ്യാൻ താരങ്ങൾ ആരും ഇല്ലാതായി പോവുകയാണ്. വീണ്ടും ഒരവസരം ഇവിടെ. ഷാഫി, സ്റ്റിൽ ഷാഫി, ഷാഫി ബോക്സിനകത്ത് ഷാഫി വീഴുന്നു. നിജോ ഗിൽബർട്ട് നൗ ബോക്സിനകത്ത്. നിജോ, നിജോയുടെ ബാക്കിൽ ജേഴ്സി നമ്പർ 24 അപ്രോച്ചിങ്. ഇടതുവിങ്ങിലേക്ക് നീട്ടി നൽകുന്നു ആ പന്ത്. മുഹമ്മദ് അസർ ബോക്സിനകത്ത്. അസർ
Azar, still Azar! And Khalid Roshan! Khalid Roshan! Khalid Roshan! പകരക്കാരനായി വന്ന that is I think jersey number 33 Paulo Victor Lima. Sheiza into the box. ഷെയ്സയുടെ ക്രോസ് ബോക്സിന് വെളിയിൽ ഗിഫ്റ്റി. ഓ നല്ലൊരു അവസരം, അവിടെ ഒരു പറ്റിയ സ്പേസ് ഉണ്ടായിരുന്നു, ടൈം ഉണ്ടായിരുന്നു. ആൻഡ് ദ ലോങ് റേഞ്ചർ ഫ്രം ഗിഫ്റ്റി സി ഗ്രസിയാസ്. Brilliant try and what a brilliant save from the goalkeeper Aryan Aroha. And brilliant try again. What a shot on target, jersey number 28, Sheiza. Another cross. Oh, good save again. കാരണം അവിടെ മുഹമ്മദ് അസർ എന്ന ചെറുപ്പക്കാരൻ വീണ്ടും ആ ഇടതുഭാഗത്ത് നടത്തുന്ന ഹിരോദാത്തമായ പ്രകടനം ഒരിക്കൽ കൂടി. അതിനൊരു നിരാശ കാണാം. മുഹമ്മദ് അസർ നല്ലൊരു അവസരം. രണ്ട് ആ ബൈസിക്കിൾ അടിക്കാൻ ശ്രമിച്ചയാളും രണ്ടാമത് ഷോട്ട് എടുക്കാൻ എതിർത്ത കെസലും. രണ്ട് തവണ കെസലിന്റെ ബുള്ളറ്റ് ഷോട്ട് 96ാമത്തെ മിനിറ്റിൽ വാൻ കെസലിന്റെ ഒരു ബുള്ളറ്റ് ട്രൈ ഗോൾ കീപ്പർക്ക് 100 മാർക്കും കൊടുക്കുക. ഏതായാലും ആര്യൻ സരോഹ എന്ന ഗോൾ കീപ്പറുടെ മികവിൽ അവസാന സെക്കൻഡിൽ ഒരു ഗോൾ വഴങ്ങുന്നതിൽ നിന്ന് തിരുവനന്തപുരം കൊമ്പൻസ് രക്ഷപ്പെടുന്നതോടുകൂടി മിന്നുന്ന ഒരൊറ്റ ഗോൾ വിജയവും 3 പോയിന്റും നേടിയെടുക്കാൻ ഹോം ടീമിന് സാധിച്ചിരിക്കുന്നു. So full time in the Chandrasekhar Nair Stadium. It's a home team. Thiruvananthapuram Kompans 1, Forza Kochi 0. Full time. It's Kompans.